ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനലിലെ 338ാമത്തെ വീഡിയോ ആണിത്. ഇതുവരെയുള്ള എല്ലാ വീഡിയോകൾക്കും നിങ്ങളുടെ സംശയങ്ങൾക്കാണ് ഞങ്ങൾ മറുപടി പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോയിൽ എനിക്കാണ് സംശയം. നിങ്ങൾ മറുപടി തരിക. എന്താണ് വിഷയമെന്ന് നോക്കാം. ഇപ്പോൾ ഡിഗ്രി പ്രധാനമായിട്ടും 2 തരത്തിലാണ് നടക്കുന്നത്. 3 വർഷത്തെ നോർമൽ ഡിഗ്രി കോഴ്സ്, അതുപോലെ തന്നെ 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സ്. പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് അത് ഇന്റഗ്രേറ്റഡ് BEd ആണെന്ന്. പക്ഷേ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ, കേരള യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷമേ സ്റ്റാർട്ട് ചെയ്തു, ഈ വർഷം ആപ്ലിക്കേഷനൊക്കെ ഇൻവൈറ്റ് ചെയ്തിരുന്ന 4 ഇയർ ഇന്റഗ്രേറ്റഡ് UG എന്ന് പറയുന്നത് BEd ഇല്ലാതെ 4 വർഷം നമുക്ക് ഡിഗ്രി പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് BEd ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് അധ്യാപന കരിയറിലേക്ക്, അതായത് നിങ്ങളുടെ ടീച്ചിങ് കരിയറിലേക്ക് എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം. അവർക്ക് ഇനി 4 വർഷം കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ ശരിക്കും 2027 അവർ പാസ് ഔട്ട് ആവും. 26-27 വർഷമാണ് അവരുടെ 4th ഇയർ വരുന്നത്. ഇല്ലെങ്കിൽ അവർ 3rd ഇയർ വെച്ച് കിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് 25-26 അവർ പാസ് ഔട്ട് ആവും. അപ്പോൾ അങ്ങനെ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ അവർ വീണ്ടും 2 വർഷത്തെ BEd അല്ലേ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ സംശയം. അങ്ങനെയാണെങ്കിൽ 4ഉം 2ഉം കൂടി അവർക്ക് 6 വർഷം നഷ്ടമാവുന്നില്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ സംശയമാണ്, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. നമ്മുടെ ഈ ഇന്റഗ്രേറ്റഡ് 4 ഇയർ ഇന്റഗ്രേറ്റഡ് പഠിക്കുന്ന കുട്ടികളുടെ അവർക്ക് അധ്യാപകരാകണമെങ്കിൽ അവരുടെ ഒരു വലിയ കരിയർ, ആ ഒരു ഓപ്ഷൻ അവിടെ നഷ്ടമാവുകയോ അല്ലെങ്കിൽ അവർക്ക് വലിയൊരു ബേർഡൻ വരികയോ അല്ലേ ചെയ്യുന്നതെന്നുള്ളത്. കാരണം ഇപ്പോൾ ഇതുവരെ ഈ ഒരു 2-3 വർഷത്തിനുള്ളിൽ ഇന്റഗ്രേറ്റഡ് BEdനെ കുറിച്ചും ഇന്റഗ്രേറ്റഡ് ഡിഗ്രിയെ കുറിച്ചും ഒക്കെ വന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും ഒരുവിധം മനസ്സിലാക്കാൻ ശ്രമിച്ച എന്നുള്ളൊരു വ്യക്തി എന്ന നിലയിൽ എങ്ങും തന്നെ ഇനി അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന 4 ഇയർ ഇന്റഗ്രേറ്റഡ് BEdലേക്ക് എവർക്ക് 3 വർഷം കഴിഞ്ഞ് കോഴ്സ് കഴിയുമ്പോൾ ജോയിൻ ചെയ്യാം എന്നെങ്ങും പറഞ്ഞു കണ്ടില്ല. ഇടയ്ക്ക് ആദ്യം ഈ കോഴ്സ് വരുന്ന സമയത്ത് ഒരു ബ്രിഡ്ജ് കോഴ്സ് വരും, അല്ലെങ്കിൽ 1 ഇയർ BEd കോഴ്സ് MSc ഒക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് വായിച്ചിരുന്നു. ഞങ്ങളുടെ വീഡിയോകളിലും പലതിലും അങ്ങനെ ഒരു സംഭവം വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും പറഞ്ഞു കേൾക്കുന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്റഗ്രേറ്റഡ് ഡിഗ്രിക്ക് ചേരാൻ പോകുന്ന കുട്ടികൾക്കും അവർ 2028-ലായിരിക്കുമല്ലോ അവർ പാസ് ഔട്ട് ആവുന്നത്. ഇല്ലെങ്കിൽ 27 അവർ 3 വർഷം കഴിഞ്ഞ് കിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് പിന്നെ ഒരു കരിയർ, BEd ടീച്ചിങ്ങിന്റെ ഒരു കരിയർ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം അടുത്ത വർഷം ഇന്റഗ്രേറ്റഡ് BEd സ്റ്റാർട്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ പിന്നീട് ഈ 2 വർഷം ഉള്ള കോഴ്സ് എത്ര നാൾ ഉണ്ടാവുമെന്നോ, എത്ര വർഷത്തേക്ക് അതിന്റെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുമെന്നോ, എത്ര കോളേജുകളിൽ അല്ലെങ്കിൽ എത്ര സീറ്റുകൾ അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ളതും തന്നെ എന്തുവാണ് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ BEd ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്താവും അവരുടെ അവസ്ഥ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. എനിക്ക് കൃത്യമായിട്ടൊരു മറുപടി തരാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളോട് തന്നെ ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, എന്ത് ചെയ്താൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ളത്. പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും 4 ഇയർ കഴിഞ്ഞതിന് ശേഷം MScക്കോ അല്ലെങ്കിൽ വേറൊരു കരിയറിലേക്കോ ഒക്കെ പോകുന്നതിനായിരിക്കും നിങ്ങളുടെ പ്ലാൻ. എന്തെങ്കിലും അധ്യാപനത്തിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്നവർക്ക് എന്ത് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കണം. ആകെ ഉള്ളൊരു മാർഗം എന്ന് പറയുന്നത് അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന 4 ഇയർ ഇന്റഗ്രേറ്റഡ് BEdലേക്ക് 3 വർഷം കഴിയുമ്പോൾ അവർക്ക് ജോയിൻ ചെയ്യാൻ കഴിയണം. പക്ഷെ എങ്കിൽ തന്നെയും കഴിഞ്ഞ വർഷമേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ 4 ഇയറുകാർ ഇനി അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന, ആ വാക്ക് പ്രത്യേകം പറയണം, ഇപ്പോഴും അതിന് ഉറപ്പൊന്നും ആയിട്ടില്ല അടുത്ത വർഷം ഇന്റഗ്രേറ്റഡ് BEd സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്താൽ അത് 3 വർഷം എത്തിയതിന് ശേഷമല്ലേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയൂ. അതിന്റെ 4ാമത്തെ വർഷം അതിന്റെ കരിയർ അതിന്റെ ഒരു കരിക്കുലം ഒന്നും തന്നെ നമുക്ക് ഇതുവരെയും അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പൊ അതിന്റെ 4th ഇയറിലേക്കാണ് BEdന് വേണ്ടിയിട്ടുള്ള ടീച്ചിങ് പ്രാക്ടീസും അല്ലെങ്കിൽ BEdന്റെ മെത്തഡോളജിയും പെഡഗോജിയും ഒക്കെ അവർ പഠിക്കുന്നതും ഒക്കെ 4th ഇയറിലായിരിക്കും എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു 4th ഇയർ അവർക്ക് ഉണ്ടെങ്കിൽ ആ 4th ഇയറിലേക്ക് ഈ നോർമൽ UG പഠിച്ചു വരുന്ന 4 ഇയർ ഇന്റഗ്രേറ്റഡ് UG പഠിച്ചു വരുന്നവർക്ക് ഒരു ലാറ്ററൽ എൻട്രി അനുവദിക്കുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ഓപ്ഷൻ അവിടെ നിലനിൽപ്പുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും കഴിഞ്ഞ വർഷമേ മുതൽ 4 ഇയർ ഇന്റഗ്രേറ്റഡ് UG പഠിച്ചു വന്നവർ എങ്ങനെ ഇനിയും തുടങ്ങാത്ത ഒരു BEdന്റെ പാർട്ടിലേക്ക് ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം.
അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ തൽക്കാലം 1, 2, 3 ബാച്ചിലേക്ക് വരാത്ത സ്ഥിതിക്ക് അവർക്ക് ബി എഡ് ചെയ്യണമെങ്കിൽ ഈ 2 ഇയറിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 വർഷം നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, PSC ഒരു ആപ്ലിക്കേഷൻ വിളിക്കണമെങ്കിൽ 3 വർഷം നമ്മൾ കാത്തിരിക്കണം. അത് 3 എന്നുള്ളത് 4 ആവാറുണ്ട്, 5 ആവാറുണ്ട്. വന്നാൽ തന്നെ ആപ്ലിക്കേഷൻ ടെസ്റ്റ് നടക്കാനും ലിസ്റ്റ് വരാനും ഒക്കെ ഒരുപാട് കാലതാമസം. അപ്പം അവരുടെ കരിയറിൻ്റെ ഒരു നല്ലൊരു ഭാഗം അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. അവിടെ എത്രത്തോളം വേക്കൻസി ഉണ്ടാവുമെന്നും ആർക്കൊക്കെ എന്തൊക്കെ കോഴ്സുകൾ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്തൊക്കെ കോഴ്സുകൾ ചെയ്തവർക്ക് ജോയിൻ ചെയ്യാൻ കഴിയും എന്നൊക്കെ ഉള്ളത് തന്നെ ഒരുപാട് ചോദ്യചിഹ്നങ്ങളാണ്. അപ്പം ഈ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു നല്ലൊരു കരിയർ ഉണ്ടാവാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇപ്പോൾ ഈ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും കൂടി ആലോചിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് അല്ലെങ്കിൽ NCTയിലേക്ക് കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി അവർക്ക് 1 ഇയർ കൊണ്ട് ബി എഡ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം നിലവിൽ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ നമുക്ക് വർഷങ്ങൾ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ കുട്ടികളുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു വിവാദ വിഷയമാണെന്ന് അറിയാം. എൻ്റെ സംശയങ്ങളാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് ഒന്നിച്ച് യൂണിവേഴ്സിറ്റിയിലാണോ അല്ലെങ്കിൽ NCTയിലാണോ എവിടെയാണോ നമ്മൾ പരാതി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണോ അപേക്ഷ കൊടുക്കേണ്ടത് ആ ഒരു രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിന് മറുപടി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഞങ്ങളെ അറിയിക്കാം. ചിലപ്പോൾ ഞാൻ വായിച്ചതിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നോ വ്യത്യസ്തമായിട്ടൊരു ന്യൂസ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ എത്തട്ടെ. ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്നെപ്പോലെ ഇത് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ തെറ്റിപ്പോയവർക്കാണെങ്കിൽ അവർക്കും ഈ ഒരു അറിവ് എത്തട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള എല്ലാ വിഷയങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിഷാസ് എഡ്യൂക്കേഷൻ ഹബ്ബ് എന്നും നിങ്ങളോടൊപ്പം. നന്ദി, നമസ്കാരം.